ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അരൂർ തുറവൂർ പാതയിൽ ഒരു മാസത്തേക്ക് ശക്തമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ ഗതാഗത നിയന്ത്രണം തുടങ്ങി. സംസ്ഥാന പാതയായ തോപ്പുംപടി അരൂർ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ബൈപ്പാസ് കവലയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ അരൂർ കുമ്പലം പാലം ഇറങ്ങി യൂട്ടേൺ എടുത്ത ആലപ്പുഴ ഭാഗത്തേക്ക് പോകണം. വൈറ്റിലയിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ അരൂർ മുക്കം ഇടക്കൊച്ചി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ബൈപ്പാസ് കവലയുടെ തെക്കുവശത്തേക്കുള്ള യൂട്ടേൺ തിരിഞ്ഞ് പോകണം. ഇതുകൂടാതെ വൈറ്റില ഭാഗത്തു നിന്നെത്തുന്ന ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ദീർഘദൂര വാഹനങ്ങൾ കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് വലത് തിരിഞ്ഞ് തീരദേശ റോഡ് വഴിയും വിടാനും ആലോചനയിലുണ്ട്. അരൂർ ക്ഷേത്രം കവല മുതൽ വടക്കോട്ടുള്ള തൂണുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ഗട്ടറുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. പില്ലർ നമ്പർ 1 മുതൽ 5 വരെയുള്ള ഭാഗത്താണ് ഇനി 35 ഗട്ടറുകൾ സ്ഥാപിക്കാനുള്ളത്. മുൻപ് സഞ്ചരിക്കുന്ന ലോഞ്ചിങ് ഗാൻട്രിയുടെ സഹായത്തോടെയാണ് കോൺക്രീറ്റ് ഗട്ടറുകൾ സ്ഥാപിച്ചിരുന്നത്. NH-66 നിന്ന് സംസ്ഥാന പാതയിലേക്ക് പോകുന്ന റാമ്പും ഉയരപ്പാതയും ചേർന്ന ഭാഗമായതിനാൽ ഈ ഭാഗത്ത് ലോഞ്ചിങ് ഗാൻട്രി സ്ഥാപിക്കാൻ സാധിക്കില്ല. അതിനാൽ 250 ടൺ ശേഷിയുള്ള 2 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. നിലവിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് നേരിടുന്നത് ദേശീയപാത യാത്ര ദുസ്സഹമാക്കുകയാണ്. എരവല്ലൂരിൽ ഉയരപ്പാതയുടെ ടോൾ പ്ലാസ വരുന്ന ഭാഗത്ത് ക്രെയിൻ ഉപയോഗിച്ച് ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ ഗർഡർ നിലം പതിച്ച പിക്കപ്പ് വാൻ ഡ്രൈവർ മരണപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് ഗർഡറുകൾ സ്ഥാപിക്കുന്ന സമയങ്ങളിൽ വാഹനങ്ങൾ പൂർണ്ണമായും കടത്തിവിടാതെയാകും ജോലി നടക്കുക. അരൂർ കുത്തിയോട് പോലീസിന്റെയും ഹൈവേ പോലീസിന്റെയും മേൽനോട്ടത്തിലാണ് ഗതാഗത നിയന്ത്രണം.